ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീർ. ഞാൻ സ്പെഷ്യൽ ട്രോൾ ഫോഴ്സിൻ്റെ അഡ്മിന്മാരിൽ ഒരാളാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ട്യൂട്ടോറിയലുമായിട്ടാണ്. അതായത് മൊബൈലിൽ എങ്ങനെ ഒരു ട്രോൾ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ, അതായത് ഫേസ്ബുക്കിലൊക്കെ വളരെയേറെ പ്രചാരത്തിലുള്ള ഒന്നായി മാറിയിരിക്കുകയാണല്ലോ ഈ ട്രോൾ എന്ന് പറഞ്ഞ സംഭവം. മുൻപ് ട്രോളുകൾ ഉണ്ടാക്കിയിരുന്നത് പലരും കമ്പ്യൂട്ടർ, അതായത് ലാപ്ടോപ്പുകളിലായിരുന്നു. അതിൽ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലായിരുന്നു പലരും ട്രോളുകൾ ഉണ്ടാക്കിയിരുന്നത്. അത് എല്ലാവർക്കും അറിയണമെന്നുണ്ടായിരുന്നില്ല. കാര്യം അത് ഇച്ചിരി പാടായിരുന്നു ഈ ഫോട്ടോഷോപ്പിൽ ട്രോൾ ഉണ്ടാക്കുക എന്നത്. അതിനുശേഷം മൊബൈലിൻ്റെ പ്രചാരത്തിലൂടെ ഒരുപാട് ആപ്ലിക്കേഷൻ വന്നു. അതിനുശേഷം ട്രോളുകൾ വളരെ ധാരാളം ഉണ്ടാകാനും തുടങ്ങി. വളരെയധികം ആളുകൾ ട്രോൾ ഇടാനും തുടങ്ങി. എന്നാലും ഇന്ന് പല ആളുകൾക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാൻ സാധിക്കാതിരുന്നിട്ടുണ്ട്. പലരുടെയും മനസ്സിൽ നല്ല നല്ല ഐഡിയകളുണ്ട്. എന്നാൽ അവർക്ക് അത് ട്രോളാക്കി എടുക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് പലരും പറഞ്ഞതായി എൻ്റെ അറിവിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ട്യൂട്ടോറിയൽ ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. എന്തായാലും എല്ലാവരും കാണുക. അതായത് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു 2 ആപ്ലിക്കേഷനാണ്. ഒന്ന് ഈ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും രണ്ടാമത് ഫോണ്ടോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും. ഈ 2 ആപ്ലിക്കേഷനാണ് അത്യാവശ്യമായിട്ട് നമുക്ക് മൊബൈലിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 ആപ്ലിക്കേഷനാണ്, ഇതിലാണ് ഞാനിന്ന് ട്രോള് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ട്രോള് ഉണ്ടാക്കാൻ ഈ ആപ്ലിക്കേഷൻ മാത്രം പോരാ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മെംസ് ആണ്. മെംസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പിക്ചറുകൾ കൊളേജ് ചെയ്ത് എടുത്ത് ഒരു പിക്ചറാക്കി എടുത്ത് അതിൽ ഡയലോഗ് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മെം കിട്ടുന്നതിനായിട്ട് ഇന്ന് ധാരാളം മാർഗമുണ്ട്. അതായത് പല പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, പല പല പേജുകളുണ്ട്. അതുകൂടാതെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് മെംസ് എടുക്കാൻ പറ്റും. അല്ലാതെ ഇൻ്റർനെറ്റിൽ തന്നെ പല സൈറ്റുകളുണ്ട്, അതിൽ നിന്ന് സെർച്ച് ചെയ്ത് നമുക്കെടുക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതുകൂടാതെ നമുക്കിഷ്ടമുള്ള മെംസ് പല മൂവികളിൽ നിന്ന് നമുക്ക് തന്നെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ മെം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ മലയാളം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഫോൺസ് ഇതിനകത്ത് അത്യാവശ്യമായിട്ടുണ്ട്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫോണ്ട് അത് ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എങ്ങനെയാണ് ട്രോൾ ഉണ്ടാക്കുന്നതെന്ന് പറയാം. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി ഒരു മൂവിക്കകത്തുള്ള 1-2 അതിലോ അധികമുള്ള പിക്ചറുകൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷമാണ് ട്രോൾ ഉണ്ടാക്കേണ്ടത്. ഞാനിതിനകത്ത് നേരത്തെ തന്നെ 2-3 അതായത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി 2-3 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്യാം. ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ആൽബത്തിനകത്ത് ഇപ്പം റീസെൻറ്റിനകത്ത് ഞാൻ 1-2 ഫോട്ടോ ഇതിനകത്ത് കിടപ്പുണ്ട്. അതായത് ഒരു മൂവിക്കകത്ത് തിലകൻ ചേട്ടൻ പത്രം വായിക്കുന്ന ഒരു പിക്ചറിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഒന്നും മറ്റേത് ഇതും. ഈ 2 പിക്ചർ വെച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മെം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഈ 2 പിക്ചറും ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യാതെടുക്കാം. അതിന് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുന്നു. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പം തന്നെ ഈ പിക്ചർ 2 കൊളേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ തന്നെ പല പല ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കിയാൽ തന്നെ 1, 2, 3 അങ്ങനെ പല ഡിസൈൻ ചെയ്യാനുള്ള ഈ കൊളേജ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ അതിൻ്റെ റേഷ്യോ, അതായത് ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാം. 4:3 ആക്കാം, 3:4 അങ്ങനെ പല പല രീതിയിൽ എനിക്കിപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇപ്പോൾ 1:1 എന്ന് പറഞ്ഞ ആ സ്കെയിലുള്ള ഇതിലേക്ക് ഞാൻ ചെയ്തത്. അതായത് 2 പിക്ചർ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ 4:3 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 3:4 പോയി കഴിഞ്ഞാലും ഇതിനെക്കാട്ട് കുറച്ചും കൂടെ വലുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
ഇപ്പോൾ ഈ പിക്ചർ ഇച്ചിരി വലുതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 3/4 എന്ന് പറഞ്ഞ ആ റേഷ്യോ ചെയ്യാം. 3/4 റേഷ്യോ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഈ ഫോട്ടോ ഇപ്പോൾ ഇത് രണ്ടും മുകളിലും താഴെയുള്ള ചേഞ്ച് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ താഴെയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ഫോട്ടോ ഞാൻ വലിച്ച് താഴോട്ട് ഇടുകയാണ്. അങ്ങനെ നമുക്ക് ഈ ഫോട്ടോ മുകളിലും താഴോട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ അല്പം മാറ്റിയെടുക്കാം. ഇതിനെ മാറ്റി ഈ പിക്ചറിനെ വേണമെങ്കിൽ കുറച്ച് മാറ്റി ഡിസൈൻ അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇത്രയും മാറ്റിയ ശേഷം ഇതിൻ്റെ ഈ പിക്ചറിൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ എമൗണ്ട് തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ കൂട്ടി ഞാൻ ഇത്ര ഇപ്പോൾ 2 ചെയ്തത്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം അതായത് അതിൻ്റെ അരികെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് റൗണ്ട് പൊസിഷനിലോട്ടൊക്കെ ആക്കിയെടുക്കാം. ഇത് ഇങ്ങനെ റേഡിയസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ റേഡിയസൊക്കെ കൂടുതൽ റേഡിയസ് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് അത് 1, 2, 3 കൊടുത്തു കഴിഞ്ഞാലും മതി. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്യാം. അതിനുശേഷം കളർ, ഇതിൻ്റെ ബോർഡറിന് നമുക്ക് കുറച്ച് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഈ കളർ ക്ലിക്ക് ചെയ്താൽ ഈ കളർ ഓപ്ഷൻ ഇവിടെ വരും. പല ഇതിൽ കളർ ഇതിനകത്തുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു ബ്ലൂ കളർ ഓപ്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. ഈ ബ്ലൂ കളർ ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തു. ഇതിനകത്ത് ഇപ്പം പല രീതിയിലുള്ള കളറുണ്ട്. ഇതിനകത്ത് ഞാൻ ബ്ലൂ കളർ കൊടുത്തു. എമൗണ്ട് കൊടുത്ത് ഇതിനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ സൈഡ് ബ്ലൂ കളർ ആയിരിക്കുകയാണ്. ഇതിപ്പം കളർ നമുക്ക് ബ്ലാക്ക് ആക്കണോ ബ്ലൂ ആക്കണോ അത് നിങ്ങളുടെ ഇഷ്ടം. സാധാരണ ബ്ലാക്കാണ് നമ്മൾ കൊടുക്കാറ്. ബ്ലാക്ക് കൊടുത്തു. അങ്ങനെ അതിന് ശേഷം അല്ലെങ്കിൽ ബ്ലൂ കൊടുത്തു, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. ചെയ്തതിന് ശേഷം ഇത്രയാണ് ഇതിൻ്റെ ബോർഡർ ലേഔട്ട് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റിലോട്ട് പോകാം. പിന്നെ ഇതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇതിനകത്ത് പല രീതിയിലുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസാണ്. അത് ഒരുപാട് അഡ്വാൻസ് ഓപ്ഷനിൽ പോകുന്ന ആണ്. ഇപ്പോൾ നമ്മളൊരു ബേസിക് ലെവലിലായതുകൊണ്ട് ഞാനിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലൊരു എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എഫക്റ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു സാധാരണ ഫോട്ടോ അല്ല, അത് അതിന് HDR ഒരു ഹൈ ഡെഫിനിഷൻ ഒരു HD റെസൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ അതിന് HDR ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അത് കുറച്ച് പിക്ചറിൻ്റെ വ്യത്യാസം വരും. പല ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും കൊടുക്കുന്നില്ല, ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ ഫോട്ടോയ്ക്ക് ഈ കളർ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഈ പിക്ചർ കളക്ട് ചെയ്ത് ഇതിനെ ഒരു ആക്കി എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഇതിൽ ഷെയർ ചെയ്യേണ്ട ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് പിക്സാർട്ടിലോട്ട് ചെയ്യണോ, ഗാലറി, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഏതിലോ വേണം നമുക്ക് ഇത് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഗാലറിയിലോട്ടാണ് ഇത് സേവ് ചെയ്യുന്നത്. ഗാലറിയിലോട്ട് സേവ് ചെയ്തു. അത് ഗാലറി സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ നമ്മൾ വെളിയിലോട്ട് വരാം. വെളിയിലോട്ട് വന്നതിന് ശേഷം ഗാലറി തുറക്കുമ്പോൾ ആൽബത്തിനകത്ത് റീസെൻ്റ് ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ അതായത് ഇപ്പോൾ ആ 2 പിക്ചർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്തത് ഇപ്പോൾ ഒരു ആയിട്ടുണ്ട്. ഈ മെമ്മിലാണ് ഇപ്പോൾ നമ്മളിനി ഡയലോഗ് എഴുതി ഒരു ട്രോൾ ആയിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ മെമ്മിൽ തന്നെ നമുക്ക് ഒരു ലോഗോ ഇൻസർട്ട് ചെയ്യുന്നതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏത് ഗ്രൂപ്പിലോട്ടാണ് ഇത് ട്രോൾ ഇടാൻ പോകുന്നത്, അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലോഗോ ഇതിനകത്ത് ഉറപ്പായിട്ട് നമ്മൾ ഇൻസർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇതിനെ വീണ്ടും നമ്മൾ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യാം. ഇത് നേരത്തെ തന്നെ നമുക്ക് ചെയ്യാമായിരുന്നു. അത് ഞാൻ അതായത് ആൾറെഡി ക്രിയേറ്റ് ചെയ്ത മെംസ് ഉള്ളവർക്ക് വേണ്ടിയാണ് ഇത് രണ്ടാമത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ മെമ്മിൻ്റെ അതായത് ചില മെമ്മുകൾക്കെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കുറവായിരിക്കും, അതായത് സൈസ് കുറവായതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വളരെ ലോസ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് വലുതോ ചെറുതോ ആക്കേണ്ടി വരും. ഇപ്പോൾ ഇതിൻ്റെ സൈസ് ആൾറെഡി വലുതായിരിക്കും, കാരണം നമ്മളിപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ സൈസ് ഇപ്പോൾ തന്നെ 1536 വിഡ്ത്തിലാണ് കിടക്കുന്നത്. ഇത് ഒരുപാട് വലുതാണ്. ഇത്രയും സൈസ് വേണ്ട. നമുക്കൊരു 720 മിനിമം 720 വിഡ്ത്ത് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1080 പിക്സൽ അതായത് വിഡ്ത്ത് ചെയ്ത് റീസൈസ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് 1080 പിക്സലിലോട്ട് റീസൈസ് ആയിട്ടുണ്ട്. ഇതിലേക്കാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ലോഗോ ഇൻസർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലോഗോ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി ഈ താഴെയുള്ള മെനുവിനകത്ത് ഇതിനെ മാറ്റി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ലോഗോ ഇൻസർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്ന് ഈ റീസെൻറ്റിലായി പോയി കഴിയുമ്പോൾ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ആൽബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനകത്തൊരു ലോഗോ
ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് എൻ്റെ ലോഗോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇതിനകത്ത് എൻ്റെ ലോഗോ എവിടെയാണെന്ന് വെച്ചാൽ, അതായത് ഈ ഫോൾഡറിൽ ലോഗോ ഫോൾഡർ കിടപ്പാണ്. ഇതിനകത്ത് എൻ്റെ STFൻ്റെ ലോഗോ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് STFൻ്റെ ലോഗോ, ഈ ബ്ലാക്ക് ലോഗോ ഇൻസേർട്ട് ചെയ്യുകയാണ്. ബ്ലാക്ക് ലോഗോ ഇതിവിടെ താഴെ കാണിച്ചിട്ടുണ്ട്, ഇതിവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം ആഡ് എന്ന് പറഞ്ഞ ഈ മുകളിലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലോഗോ ഇവിടെ ആഡായി കഴിഞ്ഞു. ഇതിപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിൻ്റെ ഏത് പൊസിഷൻ, ഈ ഫോട്ടോയുടെ താഴെ മുകളിലോ വലത്തോ ഇടത്തോ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്കിതിനെ വെക്കാൻ പറ്റും. ഇപ്പം ഞാനിതിനെ ഈ ഇടത് ഭാഗത്തായിട്ട് വെക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, കൂട്ടാം. ഒരു സ്റ്റാൻഡേർഡ് സൈസാണ്, കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത്രയും സൈസ് നമ്മളിവിടെ കൊടുത്തതിന് ശേഷം ഇത്രയും സൈസ് ഇത് ഇത്രയും വെക്കുക. അതിനുശേഷം അതിൻ്റെ കപ്പാസിറ്റി വേണമെങ്കിൽ കുറയ്ക്കുക. അതായത് ഇത് കുറയ്ക്കാൻ കപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് ലൈറ്റായിട്ടിരിക്കും, വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ ലൈറ്റ് ആക്കേണ്ട ആവശ്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഫുൾ 100% കപ്പാസിറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അതിനുശേഷം ഇതിനെ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവും. ഇത് ഇൻസർട്ട് ആയിരിക്കുകയാണ് ഇപ്പോൾ ലോഗോ. അതിനുശേഷം ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സേവ് ചെയ്യേണ്ട ഓപ്ഷനിൽ പോകും. അത് ഗാലറിയോട് നമുക്ക് സേവ് ചെയ്യാം. ഇത് വീണ്ടും ഗാലറി സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് എക്സിറ്റ് അടിച്ച് വെളിയിൽ വരാം. വെളിയിൽ വന്നതിന് ശേഷം വീണ്ടും ഗാലറി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ആൽബത്തിനകത്ത് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഇതിൻ്റെ പാരൻറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞാൽ അത് പിക്സാർട്ടിലാണ് കിടക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് കാണിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതൊരു ഇത് ലോഗോ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലേക്കാണ് നമുക്കിനി ഡയലോഗ് എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ മെമ്മിനെ നമുക്ക് ഫോണ്ടോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് തുറക്കാം. അപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്യേണ്ടത് ഫോണ്ടോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്കാണ്. ഞാൻ ഈ ഫോണ്ടോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഫോണ്ടോ ആപ്പിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഫോണ്ടോ ആപ്പിൾ ചെയ്തു. ഫോണ്ടോയിൽ ഇപ്പോൾ ഇതിലേക്കാണ് നമുക്ക് ഡയലോഗ് എഴുതി ചേർക്കേണ്ടത്. ഡയലോഗ് എഴുതി ചേർക്കാൻ വേണ്ടി ആദ്യം ഈ ഫോണ്ടോയുടെ വലത് മുകളിൽ കാണുന്ന ആദ്യത്തെ ഈ പെൻസിൽ മാർക്ക് എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡയലോഗ് എഴുതേണ്ട ഓപ്ഷൻ വരും. ഇവിടെയാണ് നമ്മൾ ഈ ഡയലോഗ് എഴുതി ചേർക്കേണ്ടത്. ഇത് മലയാളത്തിലേക്കാണ് എഴുതി ചേർക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ഡയലോഗ് എഴുതാൻ പോവുകയാണ്. ഇത് ഡയലോഗ് ഞാൻ ഇതിനകത്ത് എഴുതി കഴിഞ്ഞു. ഇതിന് ശേഷം ഈ ഫോണ്ടിന് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യണം. ഇത് സെൻട്രൽ, ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻ ആണ്. ഇതിനെ വേണം സെൻട്രൽ അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് അലൈൻ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇത് ഞാനിപ്പോൾ സെൻട്രൽ അലൈൻ ആണ് ചെയ്യുന്നത്. സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണ്ടുകളെല്ലാം നിങ്ങൾക്ക് കാണാം. അതായത് ഫോണ്ടോയുടെ കുറേ ഫോണ്ട് ആൾറെഡി ഇതിനകത്തുണ്ട്. അതെല്ലാം പക്ഷേ ഇംഗ്ലീഷ് ഫോണ്ടുകളായിരിക്കും. അതിപ്പം നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പം മലയാളത്തിലുള്ള ഫോണ്ടുകളാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ മൈ ഫോണ്ട് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് എൻ്റെ കുറേ ഫോണ്ട് ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഞാനിതിനെ ഇപ്പോൾ ഇതിനകത്ത് മഞ്ചരി എന്ന് പറഞ്ഞ ഫോൾഡാണ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ മതി. മഞ്ചരി എന്ന് പറഞ്ഞ ഫോൾഡ് സെലക്ട് ചെയ്തു. ആ ഫോണ്ടാണ് ആൾറെഡി ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഞാനിതിനെ മാറ്റാൻ പോവുകയാണ്. ഇതിനെ മഞ്ചരിയിൽ നിന്നും കേരളീയം എന്ന ഫോണ്ടിലേക്ക് മാറ്റി. ഇപ്പോൾ ഇത് കേരളീയം എന്ന ഫോണ്ടിലോട്ട് മാറി. ഇത് ഇത്രയും ആയതിനു ശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫോണ്ട്, അതായത് ഈ ഡയലോഗിനകത്ത് വരും. ഇതിനെ നമുക്ക് സൈസ് കുറയ്ക്കാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ടെക്സ്റ്റിൽ ഈ ബോക്സിൽ സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സൈസ് കുറയ്ക്കാം. ഒരു 35 സൈസ് ഒക്കെ കൊടുക്കാം. അതാണ് സ്റ്റാൻഡേർഡ്. അതിൽ കൂടുതലൊക്കെ വേണ്ടി വരത്തില്ല. ഇത്രയുമാണ് ഇത്രയും, അതായത് ഈ കേരളീയം ഫോണ്ടിന് ഇത്രയും ധാരാളമാണ്. അപ്പോൾ ഇതിനെ 35 സൈസ് കൊടുത്തു. ഇതിന് ശേഷം ഇതിന് ഞാനിവിടെ അതായത് ഏത് ഭാഗത്താണോ നമുക്കിത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഞാനിതിന് താഴെ ഇതൊക്കെയാണ്. വീണ്ടും ഇതിനെ ക്ലിക്ക് ചെയ്ത് ഈ ഫോണ്ടിനെ, അതായത് ഈ ഡയലോഗ് നമ്മൾ എഴുതിയത്, ഈ ടെക്സ്റ്റ് എഴുതിയതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. സ്റ്റൈൽ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ ഇതിൽ ടെക്സ്റ്റ് കളർ ആൾറെഡി ഞാനിപ്പോൾ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാം, ഏത് വേണമെങ്കിലും മാറ്റാം. ഇതിനിപ്പോൾ നമുക്ക്
ഒരു യെല്ലോ കൊടുക്കണമെങ്കിൽ യെല്ലോ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് യെല്ലോ വന്നു. പക്ഷേ യെല്ലോയുടെ എമൗണ്ട് കുറച്ച് കുറവാണ്. അതായത് കളർ ഇച്ചിരി ഡള്ളാണ്. അത് നമുക്ക് കൂട്ടണമെങ്കിൽ ഇതിൻ്റെ താഴെ ഈ കുറച്ച് ഇത് കണ്ടോ, ഇവിടോട്ട് മാറ്റിയാൽ മതി. ഇതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് മാറ്റി കഴിയുമ്പോൾ ഇവിടെ പ്യുവർ യെല്ലോ വന്നിരിക്കുകയാണ്. ഇപ്പോൾ യെല്ലോ ഓക്കെയാണ്. അതിനുശേഷം ടെക്സ്റ്റ് കളറിൻ്റെ ഇത് വലതുവശത്ത് കാണുന്ന ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പം വീണ്ടും ഒരു സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ ഈ ടെക്സ്റ്റ് നല്ല ബോൾഡായിട്ട് കാണാൻ പറ്റും. അപ്പം ഇത് ഈ ബോൾഡ് കൊടുക്കുമ്പോൾ ഇതിനു വേണ്ടി സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്കിന് വേണ്ടി ബ്ലാക്ക് സ്ട്രോക്കാണ് ഇതിനുള്ളത്. അതായത് ഈ വൈറ്റ് കളറിന് ബ്ലാക്ക് സ്ട്രോക്കാണ് നല്ലത്. അതുകൊണ്ട് ഈ വൈറ്റ് കളറിന് ഒരു വിഡ്ത്ത് വേണം. നമുക്കൊരു 3 ആണ് കൊടുത്തേക്കുന്നത്. 3 വേണമെങ്കിൽ 4 5 ആക്കാം. ഒരു 5 കൊടുക്കാം. 5ൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബോറാകും. അതുകൊണ്ട് 3 ആയാലും മതി. ഡൺ ചെയ്യുക. അപ്പോൾ ഇതിന് സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ കുറച്ചും കൂടി ലുക്ക് വന്നില്ലേ. ഇതിനെ കുറച്ചും കൂടി ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് സ്റ്റൈൽ എന്നൊരു ഓപ്ഷനിൽ വീണ്ടും പോവുക. അതിന് വേണ്ടി ഇതിൽ ഷാഡോ ഓപ്ഷനുണ്ട്. ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഷാഡോ കൊടുക്കാം. ഇതിന് ബ്ലാക്ക് ഷാഡോ ആണ് കൊടുക്കുന്നത്. ബ്ലാക്ക് ഷാഡോവിന് ഈ ബ്ലാക്ക് കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ ആൾറെഡി ഷാഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ എമൗണ്ട് കൂട്ടുക. നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ ഫുൾ എമൗണ്ട് കൂട്ടിക്കഴിയുമ്പോൾ ഷാഡോ വന്നു. അപ്പോൾ അതിന് ശേഷം ഡൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ല കുറച്ചും കൂടെ കാണാനൊരു ലുക്ക് വന്നു. ഇതിന് ശേഷം ആദ്യത്തെ പിക്ചർ നമ്മൾ ഡയലോഗ് എഴുതി വീണ്ടും രണ്ടാമത് ഡയലോഗ് എഴുതാൻ വീണ്ടും ഈ പെൻസിലിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത ഡയലോഗ് ബോക്സ് വരും. അതിന് രണ്ടാമത്തെ ഡയലോഗ് എഴുതാൻ പോവുകയാണ്. അടുത്ത ഡയലോഗ് എഴുതി ഇതിന് നമ്മൾ സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്തു. അതിനുശേഷം ഡൺ ചെയ്തു. അതിന് വീണ്ടും അത് വന്നിരിക്കുകയാണ്. ഇതിന് വേണ്ടി ഫോണ്ട് ഞാനൊന്ന് മാറ്റിയാണ്. അപ്പോൾ ഇത് കേരളീയമായിരുന്നു എന്ന് വേണമെങ്കിൽ ഒന്ന് മഞ്ചേരി ഫോണ്ടാക്കാം. അതായത് മാറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഒരു റോളിലാണ് ഒരേ ഫോണ്ടിൽ തന്നെ ചെയ്തതാണ് നല്ലത്. ഇതിൻ്റെ സൈസ് നമ്മൾ കുറച്ചു. ഇതിനൊരു 25 അല്ലെങ്കിൽ 27. അതായത് ഈ ഫോട്ടോയ്ക്ക് എത്ര വരും അതിൻ്റെ അനുസരിച്ചുള്ളത്രയും കൊടുത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ വെളിയിലോട്ട് പോകും. ഇതിനെ നമുക്കൊന്ന് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ കളർ ഞാനൊന്ന് മാറ്റുകയാണ്. ഇത് വൈറ്റ് ആക്കി ഇതിന് സ്ട്രോക്ക് കൊടുക്കുകയാണ്. സ്ട്രോക്ക് കൊടുത്തു. ഒരു എമൗണ്ട് 5 കൊടുത്തു. അതിനുശേഷം ഇതിന് ഷാഡോ കൊടുത്തു. ഷാഡോ ബ്ലാക്ക് കൊടുത്തു. അതിൻ്റെ എമൗണ്ട് കൂട്ടി ഡൺ ചെയ്തു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പം നല്ലപോലെ കാണാൻ ലുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഡയലോഗും എഴുതി ചേർത്തിരിക്കുകയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ട്രോള് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫോണ്ടോയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ നടുക്കുവശത്ത് കാണുന്ന ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫോട്ടോ സേവ് ആകുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വെളിയിലോട്ട് വരാം. ഞാനിത് ക്ലോസ് ചെയ്തു. ഇതിന് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗാലറി വീണ്ടും തുറന്നു നമ്മൾ ആൽബത്തിൽ പോയി നമ്മൾ റീസെൻറ്റ് ഫോട്ടോസിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ അതായത് നേരത്തെ 2 ഫോട്ടോ മാത്രമായിരുന്ന ഈ സംഭവം ഇപ്പോൾ ഒരു ട്രോളായിട്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ട്രോൾ ഉണ്ടാക്കുന്നതിനുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾ ഏത് ഗ്രൂപ്പിന് വേണ്ടിയാണോ ഈ ട്രോൾ ക്രിയേറ്റ് ചെയ്തത് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ട്രോളിൻ്റെ മേന്മയനുസരിച്ച് നിങ്ങൾക്ക് ലൈക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ഒരു വീഡിയോ ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.